ഹലോ ചങ്ങാതിക്കുട്ടൻ ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുവെച്ചെങ്കിൽ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഞാനും ഏട്ടനും പൊന്നൂസും കൂടിയിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോകാം കേട്ടോ. ഇന്ന് പൊന്നൂസിൻ്റെ അരങ്ങേറ്റമാണ് കേട്ടോ. അപ്പോൾ നേരത്തെ ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ട് മേക്കപ്പൊക്കെ ചെയ്യാൻ. അപ്പോൾ അമ്മേനെയും കുട്ടികളേനെയും കുറച്ച് കഴിഞ്ഞിട്ടേ കൊണ്ടുപോകണുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് ടൈം കിട്ടിയിരിക്കുന്നത് 2 to 3 മണി വരെയാണ്. അപ്പോൾ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ അവരെ ഒന്ന് വിളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പുറത്ത് നിന്ന് മോളേനെ ഒന്ന് തൊഴിയിച്ചു കേട്ടോ. ഉള്ളിലേക്കൊന്നും പോകാൻ പറ്റില്ല, നല്ല തിരക്കുണ്ട്. പിന്നെ ടീച്ചർ 7 മണിയാകുമ്പോഴേക്കും എത്താനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നേരം വൈകില്ല, ഉള്ളിലൊക്കെ കയറി തൊഴുത് വരുമ്പോൾ ഒരുപാട് ടൈമാവും. അപ്പോൾ പുറത്ത് നിന്നും തൊഴുതതിന് ശേഷം പിന്നെ ഞങ്ങൾ ടീച്ചർ പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാട്ടോ ചെയ്തത്. നല്ല തിരക്കുണ്ട് കേട്ടോ അമ്പലത്തിൽ. പിന്നെ കുറേ കല്യാണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആന അതിൽ പോകുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് നേരം പൊന്നൂസിനെ കാണിച്ചു കൊടുത്തിട്ട് അവിടെ നിന്നു കേട്ടോ. പിന്നെ ഞങ്ങളിതാ ടീച്ചർ പറഞ്ഞിടത്തേക്ക് എത്തി മേക്കപ്പിനായിട്ട് ഇരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചതാട്ടോ ഞാൻ. അന്നൊന്നും അതിനുള്ളൊരു സാമ്പത്തികം നമുക്ക് ഉണ്ടായിരുന്നില്ല വീട്ടിൽ. അന്നന്ന് പണിക്ക് പോയി കുടുംബം കഴിയാമെന്ന് മാത്രം തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് എൻ്റെ മോളിനോട് അത് സാധിച്ചു കേട്ടോ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത്, ഒരുപാട് സങ്കടം തോന്നിയതും ഒരുപാട് സന്തോഷം തോന്നിയൊരു ദിവസം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ തലേ ദിവസമാണ് അച്ഛന് തീരെ വയ്യാതെ ചെയ്ത്, യൂറിനൊന്നും പോവാതെ. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നു. പിറ്റേ ദിവസം ഡോക്ടർക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, മലങ്കര ഹോസ്പിറ്റലിൽ. അത് വൈകുന്നേരത്തെ ഡോക്ടറെ കാണിക്കാനായിട്ട് പോകേണ്ടത്. അപ്പോൾ അരങ്ങേറ്റം കഴിഞ്ഞ് വന്നാൽ പിന്നെ പോവാലോ എന്ന് വിചാരിച്ചു. 2 ദിവസം അച്ഛൻ്റെ കൂടെ നിൽക്കണം എന്ന് വിചാരിച്ചു. വെക്കേഷനല്ല ആ സമയത്ത്, ഓണത്തിൻ്റെ സമയത്ത് അരങ്ങേറ്റം ഉണ്ടായത് കേട്ടോ പൊന്നൂസിൻ്റെ. അപ്പോൾ അങ്ങനെ വിചാരിച്ചു. പക്ഷേ വിധി, ഞാൻ രാവിലെ തന്നെ ഒരു 9:30 കഴിഞ്ഞപ്പോഴത്തേക്ക് അനിയത്തി വിളിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛന് തീരെ വയ്യ, പുറമൊക്കെ വേദന, നെഞ്ഞും പുറമൊക്കെ വേദനിക്കുകയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നെ വേഗം ആശുപത്രിക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വല്യമ്മയുടെ മോനും ഉണ്ടായിരുന്നു, അവളും കൂടിയിട്ട് കൊണ്ടുപോയി. അപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കുന്നിടത്ത് ഒരു സമാധാനവും ഇല്ല, അച്ഛൻ്റെ കാര്യം ആലോചിച്ചിട്ട്. ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സ് മുഴുവൻ അവിടെയാണ്. ഇടയ്ക്ക് അനിയത്തിയെ വിളിക്കുന്നുണ്ട് കേട്ടോ, എന്തായി അച്ഛൻ, എന്താ പറഞ്ഞ ഡോക്ടർ എന്നുള്ളത്. ഇപ്പോൾ കാഷ്വാലിറ്റിയിലാണ്, അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ടെസ്റ്റുകൾ കുറച്ച് തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താണെന്ന് പറയാമെന്ന് ഡോക്ടർ പറഞ്ഞു എന്നും പറഞ്ഞു. ഇവിടെ നിന്ന് നമുക്ക് പോകാനും പറ്റാത്തൊരവസ്ഥയാണ്. പരിപാടി കഴിഞ്ഞിട്ടല്ലേ നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. ആശുപത്രിയിലെ കാര്യം ആലോചിച്ചിട്ട് അത് അങ്ങനെ. അപ്പോൾ അനിയത്തി വിളിക്കുമ്പോൾ പറഞ്ഞു അച്ഛൻ നല്ല കരച്ചിലാണ്, പുറം വേദനിക്കുന്നുണ്ട്, നെഞ്ഞ് വേദനിക്കുന്നുണ്ട്, പിന്നെ യൂറിനും പോകണില്ല അച്ഛന്. അപ്പോൾ ആ ഒരു സഞ്ചാരം വേദന അതങ്ങനെ. ഒരുപാട് പരീക്ഷണമാണ് ജീവിതം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഞാൻ ആഗ്രഹിച്ചത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്. എത്ര ദിവസങ്ങളായിട്ടുള്ള കാത്തിരിപ്പാണെന്നറിയാം. പക്ഷേ നമുക്ക് ആ നേരത്ത് സന്തോഷത്തോട് കൂടിയിട്ട് അതൊന്ന് നേരം പോലെ കാണാനോ ഒന്നും പറ്റണ ഒരു സാഹചര്യം അല്ലായിരുന്നു. മനസ്സ് മുഴുവൻ മോള് കളിക്കുമ്പോഴും അവിടെ എങ്ങനെയൊക്കെ നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഗംഭീര കരച്ചിലായിരുന്നു ഞാൻ. എനിക്കത് കാണാനും കൂടി കഴിഞ്ഞിരുന്നില്ല. കാരണം അച്ഛൻ അത്ര വയ്യാതെയായിട്ട് കിടക്കുക. അപ്പം നമുക്ക് അവിടുത്തെ സ്ഥിതി പറയണതല്ലേ നമുക്ക് അറിയൂ. വിളിച്ച് അവൾ പറയണത് മാത്രമേ നമുക്ക് അറിയണുള്ളൂ. നമ്മളും അവിടെ ഇല്ല. ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ ചോദിക്കണമുണ്ട്, ഇത് കഴിഞ്ഞ ഉടനെ പോവാമെന്നും പറഞ്ഞേട്ടെ. അപ്പോൾ വല്ലാത്തൊരു സിറ്റുവേഷനായിരുന്നു അന്ന്. തലേ ദിവസം ഡോക്ടറെ കാണിച്ച് വന്നതിന് ശേഷം അനിയത്തി പറഞ്ഞു, ഞാനും നാളെ വരണ്ട, അച്ഛന് കുഴപ്പമൊന്നുമില്ല, അച്ഛൻ എനിക്കും കൂട്ടുന്ന പരിപാടി കാണണം എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് ദിവസം മുന്നേ തന്നെ കേട്ടോ അമ്മയും കാത്തിരുന്നാട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഡാൻസും ഇതൊക്കെ. അപ്പോൾ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചതാണ്. പെട്ടെന്നല്ലേ അച്ഛനിങ്ങനെ വയ്യാതെയാവുന്നത്. ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യമല്ലേ. ഞങ്ങളിവിടെ ആക്കിയിട്ട് ഏട്ടൻ പിന്നെ വീട്ടിലേക്ക് പോയിട്ടാ. അമ്മേനെയും കുട്ടികളെയൊക്കെ ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവർ പോയിട്ടാ. ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മോൾക്ക്. ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രാവിലെ ഏട്ടാ. അപ്പോൾ അതെടുത്ത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. ടീച്ചർ പറഞ്ഞു ഹോട്ടലിൽ നിന്നൊന്നും മേടിച്ച് കൊടുക്കണ്ട, പരിപാടി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ വെച്ചെങ്കിൽ മേടിച്ച് കൊടുത്തോളൂ, പരിപാടിയുടെ മുന്നേ ഒന്നും കൊടുക്കരുത് കേട്ടോ. കുട്ടികൾക്ക് ഭക്ഷണം ചിലപ്പോൾ വയറിന് പറ്റാതെ ആയിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അത് വേണ്ട, നിങ്ങൾ പരിപാടിയുടെ മുന്നേ വരുമ്പോൾ എന്തെങ്കിലും കഴിക്കാനായിട്ട് കുട്ടിക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും ചട്നിയൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുഖത്തെ മേക്കപ്പ് കഴിഞ്ഞതിന് ശേഷം ലിഫ്റ്റൊക്കെ കിട്ടുന്നതിന് മുന്നേ കുട്ടികൾക്ക് ഫുഡ് കഴിക്കാനായിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ടീച്ചർ. അപ്പോൾ അവൾക്ക് കഴിക്കാനൊക്കെ ആയിട്ട് കൊടുത്തു. ഇങ്ങനെ ഓരോരുത്തരെ കഴിഞ്ഞിട്ട് വേണം ഇങ്ങനെ ഓരോരുത്തർക്ക് ഇങ്ങനെ മേക്കപ്പ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരിയായിട്ട് നിന്നിട്ടാട്ടോ കുട്ടികൾ മേക്കപ്പൊക്കെ ചെയ്യണത്. ഭരതനാട്യം ഇവരുടെ ബാച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ എല്ലാവരും മോഹിനിയാട്ടം ചെയ്യണവരാണ് കേട്ടോ. നമുക്ക് സാധിക്കാത്തത് നമ്മുടെ മക്കൾ ചെയ്യുമ്പോൾ അതൊരു സന്തോഷം വേറെ തന്നെ. അന്ന് അതിനുള്ള സാഹചര്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അന്നന്ന് പണിക്ക് പോയി കുടുംബം കഴിയുക. പണിക്ക് പോയില്ല വെച്ചെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഡാൻസ് പഠിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നമുക്ക് സാധിക്കില്ല. അപ്പോൾ ആ ആഗ്രഹമൊക്കെ മനസ്സിൽ വെച്ചു കേട്ടോ. അച്ഛനും അമ്മയും പണിക്ക് പോയാലേ വീട്ടിൽ അടുപ്പ് പുകയുള്ളൂ കേട്ടോ. അച്ഛന് പിന്നെ കത്തി വെട്ടുകത്തിയൊക്കെ
കാഴ്ച ഉണ്ടാക്കുക. അതിപ്പോൾ എന്നും ഉണ്ടാവുമൊന്നുമില്ലല്ലോ. മഴ പെയ്ത് അച്ഛന് തീരെ പണി ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അമ്മയും കൂടി പോണ കാരണം കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ നിത്യമുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകും. ന്യൂസിന് വടയൊക്കെ വെച്ചിട്ട് കെട്ടി തലയിൽ, പിന്നെ മുടിവാറൊക്കെ വെച്ചു. കണ്ണെഴുതണം കേട്ടോ. പിന്നെ പൊട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. മേക്കപ്പൊക്കെ ചെയ്തപ്പോൾ എന്തൊരു ഭംഗിയാണെന്നറിയോ മക്കളേനൊക്കെ കാണാനായിട്ട്. ഇവർ 4 പേരാണ് കളിക്കണത്. പൊന്നൂസിൻ്റെ കൂടെ 3 പേരും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നിനും ഓരോ മാഷന്മാരാട്ടോ. അപ്പോൾ കണ്ണെഴുതാനായിക്കോട്ടെ, മുടി കെട്ടാൻ, അങ്ങനെ എല്ലാത്തിനും ഓരോ മാഷന്മാരാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഓരോന്നും കഴിഞ്ഞാൽ വേറെ വേറെ മാഷന്മാരുടെ അടുത്തൊക്കെ പോയിട്ട് ഓരോന്ന് ചെയ്യാണ് കേട്ടോ. ഇതാ പൊന്നൂസ് ഇതാ കണ്ണെഴുതട്ടോ. കണ്ണ് നല്ല വാലിട്ടിട്ട് എഴുതണുണ്ട് കേട്ടോ. ചെയ്യുന്നത് കാണാൻ തന്നെ എന്ത് രസമാണെന്നറിയോ. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് കലോത്സവം കാണാനൊക്കെ പോകും കേട്ടോ. അപ്പോൾ കലോത്സവത്തിന് ഇങ്ങനെ ഭരതനാട്യം കളിക്കുന്ന കുട്ടികളൊക്കെ ഇങ്ങനെ മേക്കപ്പൊക്കെ ചെയ്യണത് ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഇതാ എൻ്റെ പൊന്നൂസിലൂടെ എനിക്കത് സാധിച്ചു കേട്ടോ. എന്ത് രസമാണെന്നറിയാം. എൻ്റെ പൊന്നു മോളനെ മേക്കപ്പൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ ഇട്ട് ഓർണമെൻറ്റ്സൊക്കെ ഇട്ടിട്ട് കാണാൻ എന്ത് രസമായിരുന്നു എന്നറിയോ. എൻ്റെ കണ്ണെന്നെ പറ്റിയിട്ടുണ്ടാവും കേട്ടോ. ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾ. എനിക്ക് മാത്രമല്ല കേട്ടോ, ഏട്ടന് തന്നെ പറയുമായിരുന്നു എന്ത് രസമല്ലേ പൊന്നൂസിൻ്റെ മേക്കപ്പൊക്കെ ചെയ്തപ്പോൾ കാണാനായിട്ട് കേട്ടോ. ഇവരെന്നെ ഡാൻസ് പഠിപ്പിക്കുന്നത് ഷിംല ടീച്ചറാണ്. ടീച്ചർ വീട് ചങ്ങരംകുളത്താണ്. ടീച്ചർ ആഴ്ചയിൽ ഒരു ദിവസമാണ് കേട്ടോ ഇവിടെ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് വരുന്നത്. തിങ്കളാഴ്ച ദിവസമാട്ടോ ടീച്ചർ ക്ലാസ് എടുക്കാൻ വരുന്നത്. ടീച്ചർ വീട്ടിലും ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട്. ശനി ഞായറാണ് പഠിപ്പിക്കുന്നത്. ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട് കേട്ടോ ടീച്ചറുടെ അടുത്ത്. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ടീച്ചറോട് കേട്ടോ. അടവുകൾ മുതൽ ഇതാ ഇങ്ങനെ ഐറ്റം വരെ പഠിപ്പിച്ചില്ലേ, അതിന് നന്നായിട്ട് കളിക്കുകയും ചെയ്തു കേട്ടോ മക്കളെല്ലാവരും. പൊന്നൂസിന് ഇതാ ഡ്രസ്സൊക്കെ മാറ്റിച്ചു. ഇത് വാടകയ്ക്ക് എടുത്ത ഡ്രസ്സൊന്നുമല്ല കേട്ടോ, ടീച്ചർ ഇവർക്ക് പുതിയതെടുത്തതാണ്. ഇതാ ഓർണമെൻറ്റ്സൊക്കെ ഇട്ടു. അടിപൊളിയായിട്ടില്ലേ പൊന്നൂസിനെ കാണാനായിട്ട്. നല്ല സുന്ദരി കുട്ടിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പൊന്നൂസിനെ. അപ്പോൾ അതാ പൊന്നൂസിൻ്റെ കൂടെ കളിക്കുന്ന കുട്ടികളാണ് കേട്ടോ ഇത്. പിന്നെ ഞങ്ങൾ ടീച്ചർക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്. ഞങ്ങൾ മാത്രമല്ല, മോഹിനിയാട്ട ടീമുണ്ട് ഞങ്ങളുടെ ഇവിടെ നിന്ന് കളിക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും കൂടി ടീച്ചർക്ക് ചെറിയൊരു ഗിഫ്റ്റ്, ഒരു കോയിൻ മേടിച്ച് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവരും കൂടിയിട്ട് ടീച്ചർക്ക് കൊടുക്കുകയും ചെയ്തു. പിന്നെ ഇതാ ഇവരെന്നെ ഡ്രസ്സൊക്കെ മാറ്റിയപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവരെടുക്കുക കേട്ടോ ചേട്ടന്മാർ. അമ്മയായി എന്ന് പറഞ്ഞപ്പോൾ ഇതാ സ്റ്റേജിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോഴേക്കും ടീച്ചർ ഇതാ വിളക്കൊക്കെ കൊളുത്തിയിട്ടുണ്ട്. ഗുരുവായൂരപ്പനിതാ മാല അണിയാണ് കേട്ടോ. അപ്പോൾ പൊന്നുമാണ് കേട്ടോ ആദ്യം നിൽക്കുന്നത്. അപ്പോൾ ടീച്ചറുടെ അടുത്ത് നിന്ന് അനുഗ്രഹം മേടിക്കണം, ദക്ഷിണ കൊടുക്കണം. ടീച്ചർ ചിലങ്കൊക്കെ കെട്ടിക്കൊടുക്കും കേട്ടോ. ടീച്ചറുടെ കാല് തൊട്ട് നമസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ അവർക്ക്. അപ്പോൾ ടീച്ചർ എല്ലാവരും വേദിയായിട്ട് നിന്നിട്ട് വരാനായിട്ട് പറയണം കേട്ടോ. അപ്പോൾ പൊന്നു ഇതാ ചെന്നു കേട്ടോ. ടീച്ചർക്ക് ചിലങ്കി നമ്മൾ പിന്നെ ദക്ഷിണയും കൂടി കൊടുക്കണം ടീച്ചർക്ക്. അപ്പോൾ അത് കൊടുക്കണം കേട്ടോ പൊന്നൂസ്. അപ്പോൾ അത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ടീച്ചറെ കാല് തൊട്ട് നമസ്കരിക്കും. ടീച്ചർ ചിലങ്ക കെട്ടിക്കൊടുക്കും കേട്ടോ. ഈ കാലിൻ്റെ മുകളിലത്തെ ചിലങ്ക ടീച്ചർ കെട്ടിക്കൊടുക്കും കേട്ടോ. പിന്നെ ടീച്ചറുടെ സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ടീച്ചറുടെ സ്റ്റുഡൻസ് കേട്ടോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടീച്ചർ നന്നായി പ്രാർത്ഥിച്ചിട്ട് പൊന്നൂസിൻ്റെ അടുത്ത് ഇതാ ചിലങ്ക മേടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുക കേട്ടോ ടീച്ചർക്ക് കൊടുക്കാനായിട്ട്. പൊന്നൂസ് ടീച്ചർ അനുഗ്രഹമൊക്കെ മേടിച്ച് നന്നായി പ്രാർത്ഥിച്ചു. ഏട്ടനും അമ്മയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അമ്മ സ്റ്റേജിൻ്റെ മുന്നിൽ തന്നെ കസേരയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇനി പരിപാടി തുടങ്ങും. അപ്പോൾ അത് ഏട്ടൻ കുട്ടിയുടെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നിൽക്കുക കേട്ടോ. ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഡാൻസൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ കുട്ടികളെ കൊണ്ട് റീൽസ് ചെയ്യിപ്പിക്കാൻ കേട്ടോ. ഫോട്ടോ വിത്ത് റീൽസ് കേട്ടോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ചെയ്യിപ്പിക്കാനായിട്ട് ഇതാ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കേട്ടോ. പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. വേറൊരു വീഡിയോയുമായിട്ട് ഞാൻ വേറൊരു ദിവസം വരാം കേട്ടോ. ടാറ്റാ.